നമസ്കാരം. നമ്മുടെ മലയാള സിനിമയുടെ നാഡീ നരമ്പായിട്ടുള്ളൊരു യൂണിയനാണ് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ. നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ തികച്ചും ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തൊഴിലാളികളുടെ സംഘടനയായ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഭരിക്കുന്നത് രണ്ട് മുതലാളിമാരാണ്. രണ്ട് മുതലാളിമാരെന്ന് പറയുമ്പോൾ ഒന്ന് ബാദുഷാ, ഒന്ന് ഷിബു ജി സുശീലൻ. ഇവർ രണ്ടുപേരും നമ്മുടെ യൂണിയൻ ഭരിക്കുമ്പോൾ നമ്മുടെ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം, അതായത് നൈറ്റ് ബാറ്റ, അതുപോലെ തന്നെ മറ്റുള്ള വേതനങ്ങൾ, ഇതൊക്കെ തന്നെ പ്രൊഡ്യൂസർമാരുടെ ചർച്ചയിൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചർച്ചയിൽ പോകുന്നത് നമ്മുടെ ബാദുഷയും അതുപോലെ തന്നെ ഷിബു ജി സുശീലനുമാണ്. അവരാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ പ്രതിനിധികളായിട്ട് പലപ്പോഴായിട്ട് പങ്കെടുക്കുന്നത്. നമ്മുടെ തൊഴിലാളി യൂണിയൻ്റെ ബൈലോ അനുസരിച്ചിട്ട് തൊഴിലാളി യൂണിയൻ്റെ ഭരണം നടത്തുന്നത് ഇപ്പോഴും മുതലാളിമാരാണ്. ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്ന് പറഞ്ഞാൽ പഴയ മാക്ട ഫെഡറേഷൻ്റെ, അതായത് അമെൻഡ് ചെയ്ത ബൈലോയിൽ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്നാക്കിയെങ്കിലും ആ ബൈലോയിൽ യാതൊരുവിധ മാറ്റവും ഇതേവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മത്സര രംഗത്ത് ഒരുപാട് കോളം തിരിച്ച് വേർതിരിവ് നടത്തിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ്സിന് മത്സരിക്കാൻ ഒരു കോളം, മാനേജർമാർക്ക് മത്സരിക്കാൻ വേറെ ഒരു കോളം, പിന്നെ 7 പടങ്ങൾ കൺട്രോളർ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ലോകത്തില്ലാത്ത നിയമമാണ് ഇപ്പോൾ അടിച്ചേൽപ്പിച്ചത്. അതും കള്ളത്തരത്തിലുള്ള ബൈലോ ആണ് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ. ഞാൻ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ നോമിനേഷൻ അംഗീകരിച്ചതാണ്. അതെല്ലാവരും അറിയണം. ഈ അംഗീകരിച്ച നോമിനേഷൻ നിലനിൽക്കെ ഞാൻ അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ മാനേജർമാർക്ക് യാതൊരുവിധ അധികാരവും അവകാശവും ഇല്ലാതെ, സ്ഥാനങ്ങളിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാതെ മാറ്റി നിർത്തുന്ന സംഭവ വികാസമാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിൻ്റെ സിനിമകൾ ചെയ്തവർ നമ്മുടെ യൂണിയൻ്റെ അകത്തുണ്ട് എന്ന കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സാന്ദ്ര തോമസ് വളരെ ഒരു തോന്നിയാസം ചെയ്തു. ആ കാര്യം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. സാന്ദ്ര തോമസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലുള്ളവർ കള്ളന്മാരാണെന്ന്. ആ കള്ളന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്ന സാന്ദ്ര തോമസ് ഇന്നും ചെയ്തിട്ടില്ല. ആ കള്ളൻ ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ കമ്മിറ്റി സാന്ദ്ര തോമസിന് വക്കീൽ നോട്ടീസ് അയച്ചു, കേസ് ഫയൽ ചെയ്തു. എന്നാൽ ഇതിൽ എന്തോ ഒരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ സാന്ദ്ര തോമസിന് അനുകൂലിക്കുന്ന പ്രൊഡ്യൂസർമാർ നമ്മുടെ യൂണിയനിലുണ്ട്. സാന്ദ്ര തോമസിന് കറക്റ്റായിട്ട് വിവരം കൊടുക്കുന്നു. സാന്ദ്ര തോമസ് മാപ്പ് പറയേണ്ട എന്ന് നമ്മുടെ യൂണിയനിൽ ആരെല്ലോ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സാന്ദ്ര തോമസ് ഉടനെ മാപ്പ് പറയണം എന്നാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ സാന്ദ്ര തോമസ് അടക്കി ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെ വലിച്ചിറക്കുന്ന നിലപാടുകൾ ശരിയില്ല. സാന്ദ്ര തോമസ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് തികച്ചും തെറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷനിൽ നടന്നിരിക്കുന്ന ആ അഴിമതി തികച്ചും, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരരംഗത്ത് വരുമ്പോൾ 7 കോളം തിരിച്ചിട്ടുള്ള വേർതിരിവ്, അത് ഈ പ്രാവശ്യം വന്നപ്പോൾ അപ്പുറത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ബൈലോ യാതൊരു തിരുത്തും നടത്തിയിട്ടില്ല. ആ തിരുത്തൽ നടത്താത്ത സ്ഥിതിയിൽ ആദ്യത്തെ മദർ ബൈലോ വെച്ചിട്ട് തന്നെ ഇലക്ഷൻ നടത്തണം. ഇലക്ഷൻ നടത്തുന്നതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അഴിമതിയും സ്വജനപക്ഷപാതവും മറ്റുള്ള രീതിയിലാണ്. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഫെഫ്കയുടെ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഞാൻ വാട്സപ്പിൽ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും നമ്മുടെയൊക്കെ നേതാവാണ്. എന്തായാലും ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഫെഫ്ക ഫെഡറേഷനെ നമ്മുടെ നെഞ്ചിലേറ്റിയിട്ട് ഫെഫ്ക ഫെഡറേഷനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇപ്പോഴും ഈ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുമ്പോഴും അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നീതിപൂർവം ന്യായമായി ഇലക്ഷൻ നടത്താൻ ഫെഫ്ക ഫെഡറേഷൻ വേണ്ടുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യും എന്ന് ഇപ്പോഴും കരുതുന്നു. തൊഴിൽ മന്ത്രിക്കും അതുപോലെ തന്നെ ലേബർ കമ്മീഷനും ഇതിൻ്റെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്തായാലും പരിഗണിക്കാൻ ഫെഫ്ക ഫെഡറേഷൻ മുന്നോട്ട് വരും.